പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് മഹാശിവരാത്രി. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് ശിവരാത്രിയെക്കുറിച്ച് ഒരു അവലോകനവുമായി നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത് സരോജ അയ്യരാണ്. ഞാൻ ഈ വേദിയിലേക്ക് സരോജ അയ്യരെ സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ മഹാശിവരാത്രി പുണ്യം എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. മഹാശിവരാത്രി. ശിവരാത്രി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശിവരാത്രിയെക്കുറിച്ച് കുറച്ച് വരികൾ ഞാനും പറയാം. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിടേണേ തിരുവയ്ക്കം വാഴും ശിവശംഭോ. അങ്ങനെ പോകുന്നു. നമ്മളുടെ ഈ നരകത്തിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് സ്വർഗവും നരകവും തുല്യമാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ ഭൂമിയിൽ കുറച്ചുനാൾ സന്തോഷവും കുറച്ചുനാൾ സങ്കടവും അല്ലേ. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന ജ്ഞാനപ്പനയിൽ തന്നെ പൂന്താനം വളരെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. മധ്യത്തിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതായത് നമ്മളുടെ ഈ ജീവിതം ഒരു മധ്യമാണ്. കുറച്ചു കാലം നമ്മൾ ജനിച്ച് വളർന്ന് വലുതായി ജീവിച്ചു മരിക്കുന്നു. അതാണ് മധ്യം. അങ്ങനെയുള്ള ആ കാലത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഹൈന്ദവരുടെ ഒരു ആഘോഷം എന്ന് തന്നെ പറയാം ശിവരാത്രി. പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാന ആഘോഷം കൂടിയാണ് മഹാശിവരാത്രി. പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം, മഹാദേവന്റെ ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ആഘോഷം കൂടിയാണ് ശിവരാത്രി. ലോകമെമ്പാടുമുള്ള, വെറുതെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കുറച്ച് കേരളത്തിലോ അല്ല, ലോകത്ത് മുഴുവനും ഹൈന്ദവർ ഈ വിശേഷം ദിനമായി, അതായത് മഹാശിവരാത്രി ആഘോഷിച്ചു വരുന്നു. എന്നാണ് ശിവരാത്രി? കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14 പകലും ആണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് ഈ ശിവരാത്രി. അതുമാത്രമല്ല, എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ ഒരു രാത്രിയാണ് ശിവരാത്രി, അഥവാ ശിവമയമായ രാത്രി. എല്ലാവരുടെയും മനസ്സിലും വാക്കുകളും എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നതും മഹാദേവനെ കുറിച്ച് തന്നെയാണ്. ശിവരാത്രി ദിവസം മുഴുവനും മഹാദേവ നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് എല്ലാവരും അന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. മംഗളകരമായ രാത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ശിവരാത്രി വ്രതവും വളരെ പ്രധാനമാണ്. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. മിക്കവാറും എല്ലാവരും ഒന്ന് ശിവനെ അന്ന് കാണും. കൂവളത്തില ശിവനെ അർപ്പിക്കുന്നു, ഉപവാസം അനുഷ്ഠിക്കുന്നു, ഉറക്കമുളയ്ക്കുന്നു, പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ അത് മാത്രം മതി എന്നാ പറയുന്നത്. ശിവപൂജ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രധാന ദിവസമാണ് ശിവരാത്രി. ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുണ്ട്. വടക്കേ ഇന്ത്യയിൽ, നേപ്പാളിൽ വിശ്വാസികൾ ഈ ദിവസത്തിൽ ഭാങ് ചേർത്ത് നിർമ്മിക്കുന്ന ലസ്സി എന്ന മധുരപാനീയം കുടിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ വിശേഷപ്പെട്ട കരിക്ക് ഭഗവാന് നിവേദിച്ച് കുടിക്കുന്നു. ശിവന്റെ ഇഷ്ടപാനീയമാണ് ആ ലസ്സി, അവരുടെ ലസ്സി എന്നാണ് പറയുന്നത്. ശിവരാത്രി വ്രതം എടുത്ത് ശിവ ആരാധന നടത്തുന്നത് ഐശ്വര്യത്തിനും ദുരിതനാശത്തിനുമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു.
ദീർഘമാംഗല്യം ലഭിക്കുന്നതിനും ഈ ശിവരാത്രി വ്രതം വളരെ വിശേഷമാണ്. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് പിതൃബലി അർപ്പിക്കുന്നത് വളരെ പുണ്യമാണ്. എല്ലാ വർഷവും നമ്മൾ ബലി അർപ്പിക്കാൻ സാധിക്കാത്ത പിതൃക്കൾക്ക് ബലി കൊടുക്കുവാൻ സാധിക്കാത്തവർക്കൊക്കെ ശിവരാത്രി വളരെ വിശേഷമാണ്. അന്ന് ബലിയർപ്പിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കും, അവരുടെ പിതൃക്കളുടെ അനുഗ്രഹം നമുക്കും ഉണ്ടാവും എന്ന് വളരെയധികം വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൽ ആലുവ പോലുള്ള ശിവക്ഷേത്രങ്ങളിൽ മണപ്പുറത്ത്, ആലുവ മണപ്പുറം അന്ന് രാത്രി വളരെ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും ശിവസന്നിധിയിൽ ആലുവ മണപ്പുറത്ത് നടത്തുന്നത് വളരെ വിശേഷമാണ്. ആലുവയിൽ ഇടാൻ പോകുന്ന ലക്ഷം ജനങ്ങളാണ് ആലുവയിൽ ബലി അർപ്പിക്കാറ്. ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾ രാത്രി തന്നെ അവിടെ പോയി ഇരിക്കുന്ന നേരം വെളിച്ചമാവുമ്പോഴേക്കും അവിടെ ബലി അർപ്പിക്കുന്നു. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം, മന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, ഗുരുവായൂരിലെ വളരെ പ്രസിദ്ധമായ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം മഹാക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം, കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം, തൃക്കടവൂർ മഹാക്ഷേത്രം, ഇങ്ങനെ ഒരുപാട് നിരവധി. തിരുവനന്തപുരത്ത് ചെങ്കൽ മഹേശ്വരം, ശിവപാർവതിയും രണ്ടുപേരും കൂടിയിരിക്കുന്ന ക്ഷേത്രമാണ്. തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായി ശിവരാത്രി ആഘോഷിച്ചു വരുന്നു. വ്രതമിരിക്കുന്നവർ ഈ ശിവരാത്രി രാത്രി മുഴുവനും ഭഗവാന്റെ യാമങ്ങൾ, 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, അങ്ങനെ യാമങ്ങൾ നോക്കി വ്രതമിരിക്കുന്നവരുണ്ട്. ഭഗവാന്റെ സന്ധ്യയ്ക്ക് ദീപാരാധന മുതൽ അതിനുശേഷം ഉള്ള അഭിഷേകങ്ങളെല്ലാം തൊഴുന്നു. രണ്ടാമത്തെ ശേഷം 2-ാം യാമത്തിലും ശിവന് അഭിഷേകം, 3-ാം യാമത്തിൽ അഭിഷേകം തീരുന്നതോടുകൂടിയാണ് എല്ലാവരും കരിക്ക് നൈവേദ്യം കൊണ്ടുവന്ന് നിവേദിച്ച് അത് പാനീയം ചെയ്യുന്നത്. ശിവപാർവതി വിവാഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, ശിവന്റെ താണ്ഡവ നൃത്തത്തിന്റെ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയുള്ള ആരാധന, ശിവലിംഗത്തിന്റെ ആവിർഭാവം, ഇതെല്ലാം ഈ ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി മാഹാത്മ്യം, ശിവരാത്രിയോട് ഗുണങ്ങൾ എല്ലാം എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ശിവരാത്രിയെ ബന്ധപ്പെടുത്തി പ്രധാനമായും പുരാണ കഥകളിൽ പറയുന്നത്, ആദ്യത്തേത് പാലാഴി മഥനം നടത്തിയപ്പോൾ കാളകൂടവിഷം വന്നു. ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ലോകരക്ഷാർത്ഥം ആ കാളകൂടവിഷത്തെ ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു, കുടിച്ചു. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ അതെന്താവും? ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ വിഷം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ എന്തു വരും എന്നുള്ളത് ശ്രീ പാർവതി ദേവിക്ക് അറിയാമായിരുന്നു. ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും വായുവിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറച്ചു. ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ ഇരിക്കുന്നതിന് വേണ്ടി പാർവതി ദേവി മറ്റ് ദേവദേവന്മാരെ ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്ന് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഈ ഐതിഹ്യത്തിൽ പറയുന്നത്, ആ ഉറക്കമുളച്ച് പാർവതി ദേവി വ്രതമിരുന്ന പോലെ നമ്മളും ഉറക്കമുളച്ച് വ്രതമിരുന്നാൽ ദീർഘമാംഗല്യത്തിന്, പാർവതി ദേവി ശിവന് വേണ്ടിയിട്ടാണ് ഉറക്കമുളച്ചതെങ്കിൽ എല്ലാവരും ഭർത്താക്കന്മാർക്ക് വേണ്ടി ഉറക്കമുളച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ദീർഘായുസ്സിനും അസുഖങ്ങളൊന്നുമില്ലാതിരിക്കുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ് എന്ന് പറയുന്നു. അങ്ങനെ ശിവരാത്രിയെ കുറിച്ച് 2-3 ഉപകഥകളുണ്ട്. അതിലൊരു കഥയാണ് ഞാനിവിടെ പറഞ്ഞത്. ബാക്കി 2-3 കഥകളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്തായാലും ശിവരാത്രി ശിവന്റെ രാത്രിയായ അന്ന് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. നമഃ ശിവായ, നമഃ ശിവായ,
നമഃ ശിവായ എന്ന ഈ മന്ത്രം, ഈ ജപം മാത്രമായിരിക്കട്ടെ എല്ലാവരുടെ നാവുകളിലും. തീർച്ചയായിട്ടും അതിൻ്റേതായ ഫലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. വീടുകളിലും മന്ത്ര കൊണ്ട് നമ്മൾ സാന്നിധ്യം തെളിയിപ്പിക്കുക. ദീപമെല്ലാം തെളിയിച്ച് സന്ധ്യാനേരത്ത് തന്നെ, ശിവരാത്രിക്ക് തലേ ദിവസം ഒരിക്കലിരിക്കണം എന്നൊന്നുകൂടി പറയണ. അത് വളരെ വിശേഷമാണ്. 25-ാം തീയതി രാത്രി ഒരിക്കലോടുകൂടി ശിവരാത്രി ദിവസം വ്രതമിരുന്ന് അടുത്ത ദിവസം രാവിലെ ആ കരിക്ക്, പാല് ഓരോരുത്തരും ഓരോന്നാണ് നൈവേദ്യിച്ച് കുടിക്കുന്നതോടുകൂടിയാണ് ആ വ്രതം അവസാനിക്കുന്നത്. അങ്ങനെ ചെയ്താൽ വളരെ വിശേഷം. അല്ലെങ്കിൽ ലഘുഭക്ഷണം കഴിച്ച് കൂളത്ത് മാല, പിൻവിളക്ക്, ഭഗവാന് സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്ത്, ഇതൊന്നും ഇല്ലെങ്കിലും അന്നത്തെ ദിവസം മഹാദേവനെ നല്ലോണം പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അതായത് പെട്ടെന്ന് തന്നെ പ്രത്യക്ഷവും സന്തോഷരൂപേണ വേഗം അനുഗ്രഹവും അതിശീഘ്രം എന്ന് പറയും. പെട്ടെന്ന് തന്നെ ശീഘ്രമായിട്ട് തന്നെ അനുഗ്രഹം കൊടുക്കുന്ന ആൾ കൂടിയാണ് പരമേശ്വരൻ. മുൻപിന്നെ ആലോചിക്കാതെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായാലും അവർക്ക് അത് അതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാനാണ് മഹാദേവൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും അന്ന ദിവസം നല്ലോണം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തു വേണമോ അത് ഭഗവാൻ തരും. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ നമഃശിവായ മന്ത്രത്തിൽ ഒഴുകിയിരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയും, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.